കോഴിക്കോടിന് നമുക്കൊരു കാര്യം ചെയ്യാം. അലീന ജോസഫിലേക്കാണ് പോകുന്നത്. അലീന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ആക്ടിവിസ്റ്റ് ആണ്. അലീന നമ്മുടെ സ്വന്തം സുഹൃത്താണ്. അലീന, എങ്ങനെയുണ്ട് കലോത്സവം? ഐ എം സോ വെരി ഹാപ്പി ബിക്കോസ് ഒരു കാലത്ത് അവഹേളിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ സ്വന്തം നാട് കോഴിക്കോട് ആണെങ്കിലും ഒരു കാലത്ത് ആട്ടി ഓടിച്ച് വേറെ നാടുകളിലോട്ട് പോയി ഞങ്ങൾക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഐ എം സോ വെരി ഹാപ്പി. കാരണം ഈ ഒരു കലോത്സവ വേദിയിൽ സ്വന്തം സത്വത്തിൽ ഇവിടെ വന്ന് നിൽക്കുവാനും എൻ്റെ കൂടപ്പറപ്പായ ഒരുപാട് കമ്മ്യൂണിറ്റികൾക്ക് ഇവിടെ പെർഫോം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനും ഡാൻസ് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നതിൽ വെരി ഹാപ്പി. അതെ, അലീന ഇന്നൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇവിടേക്ക് വരുമ്പോൾ ചമയങ്ങളുടെ ഒരു മഹാസമ്മേളനമാണല്ലോ. ഈ ചമയങ്ങൾ, ഈ സുന്ദരിമാർ, ഈ സുന്ദരന്മാർ, ഇവരെയൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് വിഷമമുണ്ട് മനസ്സിൽ. കാരണം ഞാനൊക്കെ കലോത്സവ വേദിയിൽ പെർഫോം ചെയ്യുമ്പോഴും നമുക്കൊരു സ്ലൈനത വരുമ്പോഴത്തേക്കും നമ്മളെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ നമ്മളെ കളിയാക്കുക, അയ്യോ ഇതെന്താ പെണ്ണുങ്ങളമാരി കളിക്കുന്നത്, പെണ്ണുങ്ങളമാരി നടക്കുന്നത്. ഡാൻസ് കളിക്കാൻ തന്നെ നമുക്കൊക്കെ ഒരു വിഷമമായിരുന്നു. എന്താണ് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ക്ലാസ് പഠിച്ച പിള്ളേരും. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഉള്ളത് ആണ് പെണ്ണ്, അതായത് മെയിൽ ഫീമെയിൽ. ഒരു കലോത്സവം വരുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളമാരത്തിൽ കമ്മ്യൂണിറ്റിയിലെ പിള്ളേരെയും കൂടി വാർത്തെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു ഈ കലോത്സവം എന്ന് അലീന ഉറപ്പിച്ച് പറയുന്നു. അജി, എന്തെങ്കിലും അലീനോട് ചോദിക്കാം? അതെ, അലീന പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജെൻഡർ ഇക്വാലിറ്റി, എല്ലാ തുല്യത വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കലോത്സവങ്ങളിൽ സാന്നിധ്യം ആവശ്യം കൂടിയാണ്. ഫിറോസ്, ഞാൻ പോയിന്റ് നിലയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് 938 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ നിൽക്കുകയാണ്. കപ്പുറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 239 പോയിന്റ് മത്സരങ്ങളിൽ 238 മത്സരങ്ങളും ഫലങ്ങളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് 938 പോയിന്റുമായി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് കണ്ണൂർ 918, പാലക്കാട് 916. ആരായിരിക്കും രണ്ടാം സ്ഥാനം എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ കണ്ണൂർ എക്സ്പ്രസിന് ആ അതിവേഗത്തിൽ ഇനി കോഴിക്കോടിനെ തകർക്കാൻ പറ്റില്ല. കാര്യം കോഴിക്കോട് ഏതാണ്ടല്ല കപ്പ് ഉറപ്പിച്ചു. കാരണം ഇനി ഒരു മത്സരത്തിന്റെ റിസൾട്ട് കൂടിയാണ് വരാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അജി ചോദിച്ച ചോദ്യത്തിന് അലീന മറുപടി പറയും. എന്താ? അല്ല, അലീനയെ ശരിക്കും നമ്മൾ പൊതുവെ തോന്നുന്നൊരു സംശയമാണ്. അലീനയെ കാണുമ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ സ്റ്റേജുകളെല്ലാം ഭയങ്കര സുന്ദരിമാരാണെന്ന് നമ്മൾ പറയും. അലീനയെ കാണുമ്പോൾ അലീന സുന്ദരിയാണെന്നാണോ ആൾക്കാർ പറയാനുള്ളത്? എല്ലാവരും ഇപ്പം നമ്മളത് നമുക്ക് പറയാം. ചില ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല, ചില ആൾക്ക് ഞാൻ എന്താണെന്ന് അറിയും. പക്ഷെ ഞാൻ മറ്റുള്ളവർ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എന്താണെന്ന് ഞാനാണ് തീരുമാനിക്കുക. ഞാൻ എന്ത് വസ്ത്രം അണിയണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ എന്ത് ജോലി ചെയ്യണം, അത് എൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അലീന വ്യക്തമായും പറയുന്ന ഒരു കാര്യമുണ്ട്. അലീന അടക്കമുള്ളവർ അവർക്കെല്ലാം സ്പേസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളിപ്പോ ഖത്തർ വേൾഡ് കപ്പിൽ കണ്ടില്ലേ. എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന്, എല്ലാവരും ഒരുപോലെയാണെന്ന്, എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്ന്, എല്ലാവർക്കും ഒരുപക്ഷെ ഈ കലോത്സവം, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതും അത് തന്നെയാണ്. ഒരു നവീകരണം സംഭവിക്കണം സമൂഹത്തിൽ കല കൊണ്ട്, ഈ കലോത്സവം കൊണ്ടും അങ്ങനെ ഒരു നവീകരണം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രി പങ്കുവയ്ക്കുമ്പോൾ അലീന, അങ്ങനെ ഒരു പ്രതീക്ഷയല്ലേ ഏത് കലോത്സവം, കലയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? അതെ, അതാണ് വേണ്ടത്. ഇപ്പം ഓൾറെഡി ഞങ്ങൾക്കും ഒരു കലോത്സവമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിന് കലോത്സവമുണ്ട്. പക്ഷെ അത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കലോത്സവമാണ്. ബിക്കോസ് ഞാൻ പറയല് ഇനി വരും തലമുറകൾക്ക് മെയിൽ ഫീമെയിൽ ട്രാൻസ് ഇങ്ങനൊരു കാറ്റഗറി വെച്ചാൽ ഐ എം സോ വെരി ഹാപ്പി. ഞാനെന്നല്ല ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അത് ഹാപ്പി ആയിരിക്കും. അല്ല, അങ്ങനെയാണോ വേണ്ടത്? അതോ ഇനി ഈ മെയിലും ഫീമെയിലും ഇപ്പൊ തന്നെ പല ഇനങ്ങളിലും ഇപ്പോൾ ബോയ്സ് വിഭാഗം അല്ലെ ഗേൾസ്, ഈ രണ്ട് വിഭാഗങ്ങളില്ലാതെ ഒരുമിച്ച് മത്സരം നടക്കാം. ഇപ്പോൾ ഒപ്പന അല്ലെ തിരുവാതിര, അവിടെ ഒന്നും മെയിലും ഫീമെയിലും ഇല്ലല്ലോ. അല്ലെങ്കിൽ അത്തരം പല ഐറ്റങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ജെൻഡറും ഇല്ലാത്തൊരു സാഹചര്യമല്ലേ കുറച്ചുകൂടെ നല്ലത്? അതാണെങ്കിൽ അതിനും വലിയ സന്തോഷം, അതിനപ്പുറം വലിയ സന്തോഷം കിട്ടാനില്ല. അതെ, അതാണ്. എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും ഒരേപോലെ തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അലീന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അലീന, അപ്പോൾ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. കേരള വിഷൻ ന്യൂസ് 24/7 കാണുക. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾ ഒപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്. അലീന മറ്റു ചില സ്റ്റേജുകളിലേക്ക് കൂടി പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. വെയിലത്താണ് ഇങ്ങനെ നിന്നത് നമ്മളോട്. അപ്പോൾ അതെ, സൂര്യൻ കത്തി